മൂന്നാം വട്ടം തുടർഭരണം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് LDF PR വർക്കുകളിലൂടെ മുമ്പോട്ട് പോകുമ്പോഴും കോൺഗ്രസ് ഉറച്ച പ്രതീക്ഷയോടുകൂടി മറുഭാഗത്ത് മുമ്പോട്ട് പോകുന്നു. BJP കേരളത്തിൽ വ്യക്തമായ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കും, വലിയ മുന്നേറ്റമുണ്ടാക്കും, BJP ആയിരിക്കും തീർച്ചപ്പെടുത്തുക, കേരളം ആര് ഭരിക്കണം എന്നുള്ള കാര്യവുമായിട്ട് മുമ്പോട്ട് പോകുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഈ കനകോല് തന്നെ, അതായത് കോൺഗ്രസിൽ പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ് വിശാരദനായിട്ടുള്ള സുനിൽ കനകോല് പറഞ്ഞത് 4 ജില്ലകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിട്ട് നിൽക്കുകയാണ്. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും പാലക്കാടും. ഇതിൽ തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും സമ്മതിക്കുന്നുണ്ടെങ്കിലും പാലക്കാട് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ 4 ജില്ലകളാണ് പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ തിരുവനന്തപുരവും കൊല്ലവും LDFന്റെ കുത്തകയായിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്, എന്നാൽ അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഉണ്ടെന്നുള്ളത് കൂടി ഓർക്കണം. കാരണം ഭരണവിരുദ്ധ വികാരം ശക്തമാകുമ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷം വേണ്ട തരത്തിൽ ഉണരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും LDFനെതിരായിട്ടുള്ള CPMനെതിരായിട്ടുള്ള നിരവധി ഘടകങ്ങൾ ഉണ്ടെന്നാണ് പല കേരളത്തിന് പുറത്തു നിന്നുള്ള പല സർവേകളിലും പുറത്തു കൊണ്ടുവരുന്ന കാര്യം. അതായത് LDFന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്, തിരിച്ചടിക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഒന്ന്, മൂന്നാം വട്ടവും പിണറായി വിജയൻ തന്നെ നയിക്കുന്നു എന്നതാണ്. അതാണ് അവർക്കുണ്ടാകാൻ പോകുന്ന അതിശക്തമായ തിരിച്ചടി. നമ്മളിപ്പോൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പൊതുഗതാഗതം അതിൻ്റെ പിന്നിലും മുന്നിലും വശങ്ങളിലുമായിട്ട് കാണുന്നത് പിണറായി വിജയന്റെ പടത്തോടുകൂടി നിന്നുകൊണ്ട്, അതായത് നിങ്ങളോടൊപ്പം 10 വർഷം ഉണ്ടായിരുന്നു, ഇനി എന്നും കൂട്ടുണ്ടായിരിക്കും, ഇത്തരത്തിലുള്ള ക്യാപ്ഷനുകളോട് കൂടിയിട്ടുള്ള പരസ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരസ്യ പ്രലോഭനങ്ങളിൽ ഒരുപക്ഷെ ഇനിയും മലയാളി വീഴുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ ക്യാപ്ഷനുകളിൽ വീഴുന്ന ആ കാലമൊക്കെ മാറി എന്നുള്ളതും ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ സർവേ നടത്തിയവർ പറയുന്നത് പിണറായി വിജയൻ നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഏതെങ്കിലും വാർഡുകളിൽ പോലും അവിടുത്തെ സ്ഥാനാർത്ഥികളോടൊപ്പം ഫ്ലെക്സിൽ പിണറായി വിജയന്റെ പടം വെച്ചില്ല എന്നുള്ളതാണ്. പലരും അതിന് വിമുഖത കാണിച്ചു. കോൺഗ്രസുകാര് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും പടം വെച്ചു. അതുപോലെ BJP പ്രവർത്തകര NDA തന്നെ അവിടെ നരേന്ദ്രമോദിയുടെ പടമാണ് ഫ്ലെക്സിൽ വെച്ചിരുന്നത്. 2016 എന്തിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും LDFന്റെ സ്ഥാനാർത്ഥികൾ ഫ്ലെക്സിൽ VS അച്യുതാനന്ദന്റെ പടം വെച്ചിരുന്നു എന്നുള്ളതാണ്. എന്തിന് പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് പോലും പിണറായി വിജയനോടൊപ്പം ഫ്ലെക്സിൽ നിറഞ്ഞു നിന്നു VS അച്യുതാനന്ദൻ എന്നുള്ളതാണ്. അപ്പോൾ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വോട്ട് പിടിച്ചിട്ടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇക്കുറി പക്ഷേ VSനെ ഒന്നും അങ്ങനെ ഇനിയിപ്പോൾ ഉയർത്തി നിർത്തുന്നില്ല. അവിടെ പിണറായി വിജയനെ തന്നെ ഉയർത്തി നിർത്തുമ്പോൾ ഇവർക്ക് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. മറ്റൊന്ന്, LDFന് മൊത്തത്തിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയിലേക്ക് വരുമ്പോൾ രണ്ടാമത് ഈ സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുള്ള വൻ വെട്ടിപ്പ് ക്രമക്കേടുകൾ കരുവന്നൂരിലും കണ്ടലയിലും അതുപോലെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ സഹകരണ ബാങ്കുകളിലെ വൻ തട്ടിപ്പ്, സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അവരുടെ പണം അവർ മക്കളെ കെട്ടിച്ചയക്കാനും വിദ്യാഭ്യാസത്തിനും വീടിനും വേണ്ടി നിക്ഷേപിച്ച പണമെല്ലാം പിടിച്ചു പറിച്ച് അവരെ വഴിയാധാരമാക്കിയ ആ ചിത്രം ഇപ്പോഴും കേരള ജനതയുടെ മുമ്പിൽ നിൽക്കുകയാണ്. എത്രയോ വീടുകളിലെ കുടുംബനാഥന്മാർ ആത്മഹത്യയിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ LDFന് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടിയാണ്. മൂന്നാമത് വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമല സ്വർണ്ണക്കൊള്ള പറയുമ്പോൾ ചോദിക്കും, അത് UDFിലേക്കും ഇല്ലേ? UDFിലേക്കും വന്നിട്ടുണ്ട്.
പക്ഷെ നല്ല ഒരു പങ്ക് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? CPM-ലെ വമ്പന്മാരിൽ തന്നെയാണ്. വാസുവും അതുപോലെ തന്നെ പത്മകുമാറും പലരും ജാമ്യം കിട്ടി ഇറങ്ങുന്നുണ്ട്, പക്ഷെ കേസ് നിലനിൽക്കുന്നുണ്ട്. അവരാണ് ചെയ്തത് എന്ന് വിശ്വാസികളായിട്ടുള്ളവർക്കെല്ലാം തന്നെ കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ഇവർക്ക് വൻ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുപോലെ ഇതിനകത്ത് ഓർക്കണം, സർക്കാർ വിരുദ്ധത മാത്രമല്ല, സർക്കാർ വിരുദ്ധതയുണ്ട്, രണ്ട് പിണറായി വിരുദ്ധതയുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പോകുന്നത്. ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ തരംഗം, ഈ രണ്ട് തരംഗം കൂടി ആകുമ്പോൾ LDF-ന് ഉണ്ടാകാവുന്ന പതനം മുൻകാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള പതനത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ്. കേരളത്തിന് പുറത്തു നിന്ന് വന്നിട്ടുള്ള സർവേ ടീമിൽ പറയുന്നത് BJP 2 മുതൽ 10 സീറ്റ് വരെ പിടിച്ചെടുക്കും എന്നുള്ളതാണ്. രണ്ടെണ്ണം എടുത്തു പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നേമവും മറ്റൊന്ന് കഴക്കൂട്ടവും അവർ നേടിയിരിക്കും. ബാക്കിയുള്ള സീറ്റുകളുണ്ട്. കാട്ടാക്കടയും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും തൃശ്ശൂരിൽ ഒക്കെ തന്നെ പറയുന്നുണ്ട്, ചാത്തന്നൂരും പറയുന്നുണ്ട്. 2 മുതൽ 10 സീറ്റ് വരെയാണ് പറയുന്നത്. പിന്നെ LDF-ന് അകത്തുണ്ടാകുന്ന മറ്റ് ഒരു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇവർക്ക് കിട്ടാതെ പോകുന്നത് എവിടെയാണ്? ഇവർക്ക് ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഭൂരിപക്ഷങ്ങളെ പ്രീണനവും നടത്തി, അതായത് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് വേണ്ട തരത്തിൽ പ്രീണിപ്പിച്ചു നിർത്താൻ നോക്കി, പക്ഷെ അത് ഏശിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് വന്നു. അങ്ങനെ ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് വന്നപ്പോൾ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവർ ഇവരിൽ നിന്ന് അകന്നു. അതുകൊണ്ട് തന്നെയാണ് LDF-ൽ നിന്ന് ജോസ് കെ മാണി മുന്നണി വിട്ടു വരണം എന്ന് സഭയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടായത്. അതുകൊണ്ടെന്താ, ഇത്തവണ സഭ തീർച്ചപ്പെടുത്തും ഏത് തരത്തിൽ 26 വോട്ട് ചെയ്യണമെന്നുള്ളത്. അത് LDF-ന്റെ പതനവും ജോസ് കെ മാണി കേരള കോൺഗ്രസിന് ഉണ്ടാകുന്ന പതനം കൂടിയായിരിക്കും. അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയിൽ ശക്തമായ തിരിച്ചടി LDF-ന് ഉണ്ടാകും. അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് ഈ ന്യൂനപക്ഷത്തിന് ഒന്നും തന്നെ ചെയ്തു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വന്യജീവി ആക്രമണം, വന്യജീവി പ്രശ്നത്തിന്റെ കാര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ LDF-ന് ഉണ്ടാക്കുന്ന തിരിച്ചടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ UDF-ന് ഒരു 100 മുതൽ 110 സീറ്റ് വരെ നേടാൻ കഴിയും. BJP 2 മുതൽ 10 സീറ്റ് വരെ നേടും എന്നാണ് കേരളത്തിന് പുറത്തു നിന്നുള്ള ടീമിന്റെ സർവേ പ്രവചിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.